Hi my dear students, we can go to the next class of international business. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇൻ്റർനാഷണൽ ബിസിനസ് കുറച്ച് വൈഡായിട്ടുള്ള സബ്ജക്റ്റാണ്. സോ അതിലെ ഓരോ ടേംസും ഓരോ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ എല്ലാവരും അത് നന്നായിട്ട് വായിക്കുക. വളരെ ഡെപ്തായിട്ട് വായിച്ചു പോകേണ്ട ഒരുപാട് കോൺസെപ്റ്റുകൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്കാണ് അല്ലെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു 3-4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണ് വേരിയസ് ഫാക്ടേഴ്സ് ഓർ വേരിയസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട്സ് ദ ഇൻ്റർനാഷണൽ ബിസിനസ് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. പലതരം എൻവയോൺമെൻറ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, കൾച്ചറൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഡെമോഗ്രഫിക് എൻവയോൺമെൻറ്റ് അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ഓർ ത്രെറ്റ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. മാർക്കറ്റ് എന്താണെന്ന് നമുക്കറിയാം. അതിൽ തന്നെ വളരെയധികം ഡൈമെൻഷൻസ്, വളരെയധികം ഡൈവേർഷൻസ്, ഡെവലപ്മെൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം അല്ലേ. അതിൽ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് അല്ലേ. മർക്കറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്തതെന്നും അതിൻ്റെ മർക്കറ്റസിൻ്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ കോമൺ പ്ലേസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് എന്നുള്ളതാണെന്നും ഒക്കെ നമുക്കറിയാം. അതേസമയം മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു കോൺസെപ്റ്റാണ് അല്ലേ. പണ്ടത്തെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതരം മാർക്കറ്റ് യുഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. സോ മാർക്കറ്റ് യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് തുടങ്ങിയ സമയത്ത് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തൊരു സമയത്ത് അവിടെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു കണ്ടക്ട് എ ട്രേഡ് ഓർ ടു മേക്ക് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ അവിടെ നിലവിലുണ്ടായിരുന്നുള്ളൂ അല്ലേ. അതായത് ജസ്റ്റ് ഒരു ട്രേഡ് നടത്തുക, ഒരു കൂട്ടം ട്രേഡ് അവിടെ ഹാപ്പൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അതാണ് ട്രേഡ് ഇറ എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകൾ ട്രേഡ് ഇറ, ആ ട്രേഡ് എന്നുള്ള ഒരു സിമ്പിൾ വളരെ നാരോ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരു മാർക്കറ്റ്, അതാണ് ട്രേഡ് ഇറയിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, കാണാനായിട്ട് സാധിക്കുക. അതേസമയം ട്രേഡ് ഇറ കാലക്രമേണ അതിൽ മാറ്റങ്ങൾ സംഭവിച്ച് പിന്നീട് പ്രൊഡക്ഷൻ ഇറ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അത് എന്ത് ചെയ്തു, മാറി. പ്രൊഡക്ഷൻ ഇറ എന്ന് പറയുമ്പോൾ all the manufacturers begin to start to concentrate on their own production because they have to ensure the quality of the product. Then only they can ensure higher sales and higher demand for the product. So trade era പതിയെ എന്തിലേക്ക് വഴിമാറി, പ്രൊഡക്ഷൻ ഇറയിലേക്ക് വഴിമാറി. പ്രൊഡക്ഷൻ ഇറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ഷനിലെ കുറച്ചും കൂടി മെക്കനൈസേഷനൊക്കെ വന്നൊരു സമയം, ഇൻഡസ്ട്രിയലൈസേഷന് കുറച്ചും കൂടി മുൻതൂക്കം കൊടുത്ത സമയം. അപ്പോൾ പ്രൊഡക്ഷനെ നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ടുള്ളൊരു അവസരം കിട്ടിയൊരു സമയമായിരുന്നു. കൂടുതൽ അതിൽ ക്വാളിറ്റിയിൽ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് കിട്ടിയ ഒരു സമയമായിരുന്നു. അപ്പോൾ മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ കോൺസെൻട്രേഷൻ മൊത്തം
എവിടെയായിരുന്നു? പ്രൊഡക്ഷനിലേക്കാണ് പോയത്. ഇനി പതുക്കെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമായില്ല എന്നുള്ളത് പല മാർക്കറ്റേഴ്സും എന്ത് ചെയ്ത് തുടങ്ങി, ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങി. ആൻഡ് then they have concentrated and they have started to concentrate more on sales, how to improve the sales, how we can attract the consumers to increase the sales, and how we can increase our profitability by giving them attractive offers, by giving them discounts, by giving them incentives, and how we can improve our sales. അതായിരുന്നു പിന്നീട് മാർക്കറ്റേഴ്സിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. ആ ഒരു ഇറയെ നമ്മൾ സെയിൽസ് ഇറ എന്നുള്ള ഒരു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദിസ് സെയിൽസ് ഇറ അനദർ ഇറ happens, or another era have started, and it is known as relationship era. സെയിൽസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്കറിയാം, സെയിൽസിലൂടെ മെയിൻലി നമ്മൾ എയിം ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ്. അതേസമയം ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഒരു ഷോർട്ട് റണ്ണിൽ ഒതുക്കി നിർത്താതെ ലോങ് റണ്ണിലേക്ക് നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് മെയിൻറ്റെയിൻ എ ലോങ് റൺ റിലേഷൻഷിപ്പ് with our employees, and we have to and we should be able to maintain loyal customers, or we should be ensured with creating more delightful customers. So that is relationship era, how we can maintain a long lasting relationship with the കസ്റ്റമേഴ്സ്. എങ്ങനെ അവരുമായി നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, അതിനെന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാനായിട്ട് സാധിക്കും, ഫ്രം ദെയർ റെസ്പോൺസസ് ആൻഡ് by tackling their problems, by redressing their complaints, how we can maintain this relationship. And this era is known as relationship era. And most of the companies they have started a special wing, or this wing is known as that is human relationship wing. Okay, and their duty, that's department duty is to maintain good relationship with the customers. ആൻഡ് എങ്ങനെ നല്ല റിലേഷൻഷിപ്പ്. പക്ഷേ പിന്നീട് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് വീണ്ടും പുതിയ ഒരു ഇറയിലേക്ക് നമ്മൾ എന്ത് ചെയ്തത് വന്നത്. ആ ഇറയുടെ പേരാണ് എന്ത്? ദാറ്റ് ഈസ് സോഷ്യൽ മാർക്കറ്റിംഗ് ഇറ. സോ social marketing is the trend of today. Social marketing, and what do you mean by social marketing? It is not just maintaining good relationship with the customers, but the social marketing is to take up some social problems and to conduct programs to eradicate these social problems, and with this we can popularize and we can develop an image of the organization, and through that we can develop the goodwill as well as develop the demand for the goods produced by our organization. So that is social marketing concept. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ തന്നെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടത്. ആൻഡ് ഏതൊക്കെ ഘട്ടങ്ങളായിരുന്നു നമ്മൾ കണ്ടത്? ഒന്നും കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ട്രേഡ് ഇറ, സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്ഷൻ ഇറ, തേർഡ് വൺ ഈസ് സെയിൽസ് ഇറ, ഫോർത്ത് വൺ ഈസ് റിലേഷൻഷിപ്പ് era, and last one and the most modern era is social marketing era. ഓക്കെ, ഇങ്ങനെ 5 ഇറകളാണ് മാർക്കറ്റിങ്ങിനോടനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ട്
ഉള്ളത്. സോ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കിയെന്നേ ഉള്ളൂ. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ നമ്മൾ എന്ത് ചെയ്തു എന്നേ ഉള്ളൂ, കണ്ടു എന്നുള്ളൂ. ഈ ഇറയിൽ മൊത്തം ഓരോ ഇറയിലും ഓരോ കോൺസെപ്റ്റുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡൊമസ്റ്റിക് മാർക്കറ്റ് വേഴ്സസ് international market. Is there any relationship or dissimilarities between domestic market and international market എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് യു നോ വാട്ട് ഈസ് ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ലേ? ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം. എന്താണ് ഡൊമസ്റ്റിക് മാർക്കറ്റ്? ഡൊമസ്റ്റിക് മാർക്കറ്റ് മീൻസ് എ മാർക്കറ്റ് വിതിൻ ദ ബൗണ്ടറി ഓഫ് എ നേഷൻ. So there is a domestic market within the local area, within the geographical boundaries of a particular country. That is domestic market. And what do you mean by international market? International market is we are just crossing the boundaries of a nation. And we are going abroad and we are doing marketing business everywhere and every global countries. So that is international market. And there are some similarities between domestic market and international market. Similarities ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, similarities ഉണ്ട്. And you know that market is market. രണ്ടിലും മാർക്കറ്റ് തന്നെയാണ് നടക്കുന്നത്, രണ്ടിലും മാർക്കറ്റിംഗ് തന്നെയാണ് നടക്കുന്നത്. But you know that domestic market is not that much important than this international market. International market ആണ് കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ളത്, കുറച്ചും കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. നമ്മുടെ പല വ്യൂ പോയിൻറ്റ്സിലൂടെയും നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് തന്നെയാണ് പലപ്പോഴും മെച്ചമുള്ളതായിട്ട് നമ്മൾ മുൻപത്തെ പല ചാപ്റ്ററുകളിലും ഡിസ്കസ് ചെയ്തിരുന്ന പോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് നമുക്ക് പലപ്പോഴും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഡൊമസ്റ്റിക് വേഴ്സസ് ദർ ആർ സം സിമിലാരിറ്റീസ്. കസ്റ്റമേഴ്സ് അവിടെയുണ്ട്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം, സെഗ്മെൻറ്റേഷൻ നമ്മൾ ചെയ്യണം, ടാർഗറ്റ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യണം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ രണ്ടിലും സെയിം തന്നെയാണ്. പക്ഷെ രണ്ടിൻ്റെയും ആ ഒരു വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത്, അതൊക്കെ ബ്രെഡ്ത്ത് ഒക്കെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാറ്റിലും ഒരു എക്സ്ട്രീമിറ്റി കൂടുതലുള്ളത് എന്തിനു തന്നെയാണ്, ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ആൻഡ് യു ഹാവ് ടു സ്റ്റഡി സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. സിമിലാരിറ്റീസ് ഏറെയുണ്ടെങ്കിലും നമ്മളവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിസിമിലാരിറ്റീസ് ആണ്. എന്തൊക്കെ ഡിസിമിലാരിറ്റീസ് ആണ് ഡൊമസ്റ്റിക് മാർക്കറ്റും ഇൻ്റർനാഷണൽ മാർക്കറ്റും തമ്മിൽ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറയുന്നത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്കിത് മാർക്കറ്റിംഗ് ടെക്നിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി നാരോവർ ഇൻ ഇറ്റ് സെൻസ്. നാരോവർ ആണ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി വിതിൻ ദാറ്റ് പെർട്ടിക്കുലർ കൺട്രി. And it can be applied within that particular country. It can be sold with only within the geographical boundaries of that country, and we can satisfy only the customers of our country. Okay, so that is domestic market. But at the same time, international market, there are a lot of consumers, and we have to cross the boundaries of the world. It is wider in its sense. അല്ലേ, എല്ലാം ലാർജ് സ്കെയിലായിട്ടാണ് എവിടെ നടക്കുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ബെനിഫിറ്റിലാണ്. ഏതിനാണ് കൂടുതൽ ബെനിഫിറ്റ്, ഡൊമസ്റ്റിക് മാർക്കറ്റിനാണോ ഇൻ്റർനാഷണൽ മാർക്കറ്റിനാണോ കൂടുതൽ ബെനിഫിറ്റ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ആൻസറാണ്. എവിടെ ബെനിഫിറ്റ് കൂടുതലുണ്ടാവുക? ബെനിഫിറ്റ് എപ്പോഴും കൂടുതലുണ്ടാവുന്നത് എവിടെയാണ്? ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ്, വൈൽ കമ്പയറിങ് ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്. അല്ലേ, റിസ്ക് കൂടുതലാണ്, അത്യാവശ്യം കോമ്പറ്റീഷൻ വളരെ ഗ്രേറ്റർ എക്സ്റ്റെൻഡിൽ എവിടെ നടക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും ബെനിഫിറ്റ് റൈസ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെയാണ്. ആൻഡ് ഷെയറിംഗ് ഓഫ് ടെക്നോളജി. ആൻഡ് വാട്ട് യു മീൻ ബൈ ഷെയറിംഗ് ഓഫ് ടെക്നോളജി? ടെക്നോളജി ക്യാൻ ബി ഷെയർഡ്. അപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഷെയറിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ എന്നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം
അത്രയധികം ടെക്നോളജീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്, യൂസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് വെദർ വി ഷുഡ് ഷെയർ ഇറ്റ് വിത്ത് അതർ പ്രൊഡ്യൂസർ ഓർ വിത്ത് അതർ മാർക്കറ്റർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിനുള്ള സാധ്യത വരുന്നത് എവിടെയാണ്, ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ്. സോ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമുക്ക് കൂടുതൽ സ്കോപ്പോട് കൂടി, കൂടുതൽ ബെനഫിറ്റോട് കൂടിയിട്ട്, കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്ത്, മാത്രമല്ല ഷെയറിങ് ഓഫ് ടെക്നോളജി ആ ഒരു കോൺസെപ്റ്റ് വേറെയാണ് അല്ല. ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഡിഫറെൻറ്റ് മാർക്കറ്റേഴ്സ് സെയിം ടെക്നോളജി ഷെയർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളത്, ഒരേ ഡാറ്റാബേസ് തന്നെ, ഒരേ വെബ്സൈറ്റ് തന്നെ, അല്ലെങ്കിൽ ഒരേ ടെക്നോളജി തന്നെ നിരവധി പ്രൊഡ്യൂസേഴ്സ്, നിരവധി മാർക്കറ്റേഴ്സ് ഒരുമിച്ച് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. സോ അപ്പോൾ ഷെയറിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ റിലേഷൻസ്. പൊളിറ്റിക്കൽ റിലേഷൻസ് നമുക്ക് വലിയ കാര്യമായിട്ട് ആവശ്യമായിട്ട് വരില്ല ഇവിടെ നമ്മുടെ ഈ ഒരു ഡൊമസ്റ്റിക് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം. ഡൊമസ്റ്റിക് ട്രേഡിൽ നമ്മുടെ രാജ്യത്തെ ആ ഒരു ഗവൺമെൻറ് സിസ്റ്റം, ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അതേസമയം ഇൻ്റർനാഷണൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം മാത്രമല്ല, ഗവൺമെൻറ്റൽ സ്ട്രക്ചർ മാത്രമല്ല നമ്മൾ നോക്കേണ്ടി വരിക, എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ് സ്ട്രക്ചറും ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ആ ഒരു പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സ് അല്ലേ, വിവിധ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുമായിട്ടും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഉള്ളൊരു മൂവ്മെൻറ്റ്, തീർച്ചയായിട്ടും അത് ഒരു ബെറ്റർ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്, ബെറ്റർ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് അത് സാധ്യമാക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബാരിയേഴ്സ്. ബാരിയർ എന്നുള്ള വാക്ക് ഡൊമസ്റ്റിക് ട്രേഡിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. അതേസമയം ഇൻ്റർനാഷണൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ബാരിയേഴ്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. ബാരിയേഴ്സ്, ട്രേഡ് ബാരിയേഴ്സിനെ തന്നെ താരിഫ് ബാരിയർ എന്നും നോൺ താരിഫ് ബാരിയറുകൾ എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തിരുന്നു, പഠിച്ചിരുന്നു അല്ലേ. അതിൽ രണ്ടും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. താരിഫ് ബാരിയർ ആയാലും നോൺ താരിഫ് ബാരിയർ ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബാരിയർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാരിയേഴ്സിനെ ഓവർകം ചെയ്ത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എത്രത്തോളം നമ്മളതിൽ സക്സസ്ഫുൾ ആകുന്നു, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഡൊമസ്റ്റിക്കിൽ അങ്ങനെ ഒരു പ്രശ്നം തന്നെയില്ല. ബാരിയേഴ്സ് നമ്മുടെ വിതിൻ ദ കൺട്രി എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, എന്തൊക്കെ ബാരിയേഴ്സ് ഉണ്ട്, അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, നോക്കണം. വലിയ ഫോർമാലിറ്റീസ് ഒന്നും നമുക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതേസമയം അപ്പോൾ ഈ വക കോൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞത് അതിൻ്റെ സ്കോപ്പിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ ബെനഫിറ്റ്സിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഷെയറിംഗ് ഓഫ് ടെക്നോളജിയിൽ വ്യത്യാസമുണ്ട്, പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സിൽ വ്യത്യാസമുണ്ട്, ആൻഡ് ലൈക്ക്വൈസ് അതിൻ്റെ ബാരിയേഴ്സിലും തീർച്ചയായിട്ടും എന്തുണ്ട്, വ്യത്യാസം. നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. Then international markets, you know that it is very competitive in nature, and at the same time it's very risky competition അല്ലേ. കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. and it is tight competition is there and risky competition is there. At the same time in international market we can see the presence of all types of this unpredictable factors or uncontrollable factors in it. When we are studying the international business environment, we have seen that there is political environment, cultural, social, demographic environment is there. But at the same time, when we are analyzing this environment, we can see that analyzing can be done and we can arrive at certain results, but at the same time we cannot ensure that all these are accurate results അല്ലേ. നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ within our country itself we cannot say what will happen in the near future, because our government is
not that much efficient, and our government is not that much constant. ഓക്കെ, സോ അതിൽ തന്നെ നമുക്ക് പലപ്പോഴും ആ ഒരു ഇറഗുലാരിറ്റി നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇത് നമുക്ക് ആ ഒരു പ്രഡിക്ഷൻ ശരിയായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്ഷൻ നടക്കുന്നുള്ളത്, അല്ലേ? നമ്മുടെ ഡൊമസ്റ്റിക് ട്രേഡിനെ തന്നെ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പം എങ്ങനെയാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുക? വിതിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ബോർഡർ ഓഫ് അവർ കൺട്രി വാട്ട് വിൽ ഹാപ്പൻ എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? അതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ റൈസ് ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നിലവിലിരിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷൻ ഉള്ള ഒരു സ്ഥലമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് MNCs അല്ലെ, മൾട്ടിനാഷണൽ കമ്പനീസ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ്, ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അല്ലേ. പലപ്പോഴും പല രാജ്യങ്ങൾക്കും പല ഫേമുകൾക്കും അവിടേക്ക് കടന്ന് ചെല്ലാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ MNCസിൻ്റെ ആ ഒരു ഡോമിനേഷനും പലപ്പോഴും നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അറ്റ് ദി സെയിം ടൈം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടി വരും? വലിയ സ്മോൾ സ്കെയിലിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ലേ. പലപ്പോഴും കാര്യങ്ങൾ ലാർജ് സ്കെയിലിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഏത് ഏരിയ ആണെന്നുണ്ടെങ്കിലും, നമ്മൾ അപ്പോയിൻമെൻ്റ് ഓഫ് എംപ്ലോയീസ് ആണെങ്കിലും, കൺസ്യൂമേഴ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും, റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും, എല്ലാ കാര്യത്തിലും ആ ഒരു ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ MNCsകൾക്ക് മാത്രമേ ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ, അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ടെക്നോളജി, ആ ഒരു ടെക്നോളജിയിൽ അത്രയും മോസ്റ്റ് മോഡേൺ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളത് അവിടെ ഒരു ഫെയിലിയറായിട്ട് മാറാനുള്ള സാധ്യതകൾ അവിടെ കാണുന്നുണ്ട്. സോ അതൊക്കെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെന്ന് നമുക്കതിനെ വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് എന്നതിനെ വിളിക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്കവിടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റബിലിറ്റി ഒന്നും തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ട്രേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏൺ ചെയ്യാൻ പറ്റില്ല അല്ലേ. ആ ഒരു ഇമേജ്, ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ്റെ, ഫേമിൻ്റെ ഇമേജ് തീർച്ചയായിട്ടും ഡൊമസ്റ്റിക് ട്രേഡ് ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇത്രയധികം ഹാർഡ്ഷിപ്സ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്രയധികം ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലേ. അപ്പം അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പഠിച്ചു ബാരിയേഴ്സ് അല്ലേ, പ്രത്യേകിച്ചും ട്രേഡ് ബാരിയേഴ്സ്, താരിഫ് ബാരിയേഴ്സ്, നോൺ താരിഫ് ബാരിയേഴ്സ്, ഇതൊക്കെ ഇതിൻ്റെ വിഷയങ്ങളാണ് അല്ലേ. പലപ്പോഴും ഇതൊക്കെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കീറാമുട്ടി തന്നെയാണ്, എങ്കിൽ തന്നെയും അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്നാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഭാഗമായിട്ട്. അവൈലബിലിറ്റി ഓഫ് ബ്രോഡർ മാർക്കറ്റ്, പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് അൺകൺട്രോളബിൾ വേരിയബിൾസ്, better competence is required. Competence means the firm should have a higher degree of competence or efficiency. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് എഫിഷ്യൻ്റ് ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു എഫിഷ്യൻസി അതിനുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കടന്നു ചെല്ലാൻ സാധിക്കുള്ളൂ. റിസ്ക് ആൻഡ് ചലഞ്ച് ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ. Next one, generally conducted on a large scale basis. Next one, developed countries and MNCs dominate the market. Next one, presence of international restrictions is there. Next one, operations are very complex and complicated. Operate ചെയ്യാന്ന് പറയുന്നത്
കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ്. ആ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് മാത്രം അതിലേക്ക് എന്ത് ചെയ്താൽ മതി, ചെന്നാൽ മതി എന്നുള്ളതാണ് പൊതുവെ അവിടെ ഒരു വാർണിംഗ് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതിൽ ആദ്യം തന്നെ വരുന്നത് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ഡിസൈഡ് ദ മോഡ് ഓഫ് എൻട്രി ഓർ എൻട്രി സ്ട്രാറ്റജി. ഏത് രീതിയിലാണത് എൻ്റർ ചെയ്യേണ്ടത്, ദാറ്റ് ഷുഡ് ബി ഡിസൈഡഡ്. സോ the first thing that should be decided by the organization is the first one is mode of entry. And what do you mean by mode of entry? Mode of entry is a നമ്മൾ തൊട്ടടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ് മോഡ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. മോഡ് ഓഫ് എൻട്രി ഞാൻ പറഞ്ഞു, അതിൻ്റെ വേർഡ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി. ഏത് രീതിയിലാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്? പല രീതികളുണ്ട് അല്ലേ. ഓൺലി ആസ് എൻ എക്സ്പോർട്ടർ ഓർ ഓൺലി ആസ് എൻ ഇമ്പോർട്ടർ, രണ്ടായാലും അത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഭാഗമാണ്. ഓർ ഇറ്റ് മേ ബി എ ഫ്രാഞ്ചൈസിങ് മോഡ് ഓഫ് എൻട്രി, ഫ്രാഞ്ചൈസിങ്ങിലൂടെ ആയിരിക്കാം. ആൻഡ് ഇറ്റ് മേ ബി ത്രൂ ലൈസൻസിങ്ങിലൂടെ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് അവർ ഓൺ പ്രൊജക്റ്റ് ഓർ അവർ ഓൺ ഓർഗനൈസേഷൻ, അവർ ഓൺ ബ്രാഞ്ച് ഇൻ എ ഫോറിൻ കൺട്രി. സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാതൃകകളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻട്രി മെത്തേഡ്സ് ഉണ്ട്. ഏത് എൻട്രി മെത്തേഡ് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഹോസ്റ്റ് നേഷൻ, ഏത് ഹോസ്റ്റ് നേഷനെയാണോ അല്ലെങ്കിൽ നേഷൻസിനെയാണോ, നമുക്ക് ഒരു നേഷനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ ഇൻ്റർനാഷണൽ ട്രേഡ്, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിത്ത് ഡിഫറെൻറ്റ് കൺട്രീസ് നമുക്ക് ട്രേഡ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത് എത്ര രാജ്യത്ത്, എത്ര ഹോസ്റ്റ് കൺട്രീസിൽ നമ്മൾ കടന്നു ചെല്ലാനായിട്ട്, ഓരോ രാജ്യത്തും ഏത് രീതിയിലാണ്, ഫ്രാഞ്ചൈസിങ്ങിലൂടെയാണോ അല്ലെങ്കിൽ ഏജൻസി എടുത്തിട്ടാണോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ടാണോ എക്സ്പോർട്ട് ചെയ്തിട്ടാണോ, ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. അതാണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കുക. എൻട്രി മെത്തേഡ് എല്ലായിടത്തും എല്ലാ മെത്തേഡുകളും സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഓരോ രാജ്യത്തും ഓരോ മെത്തേഡുകളായിരിക്കും എന്താവുക, സ്യൂട്ടബിൾ ആവുക. അവിടുത്തെ സിസ്റ്റം അനുസരിച്ച്, അവിടുത്തെ എൻവയോൺമെൻറ്റിനനുസരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യണം, തീരുമാനിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് എ ഫസ്റ്റ് ഫങ്ഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെലക്ഷൻ ഓഫ് മാർക്കറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്. സെലക്ഷൻ ഓഫ് മാർക്കറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്. നമ്മൾ മോഡ് ഓഫ് എൻട്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിലേക്കാണ് എൻ്റർ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ മാർക്കറ്റുകൾ ഏതൊക്കെയാണ് അല്ലെ. വിതിൻ എ കൺട്രി ഇറ്റ്സെൽഫ് ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റ്സ്. അതിൽ ഏത് മാർക്കറ്റ് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലേ. ഫോർ ദാറ്റ് പർപ്പസ് വി ഹാവ് ടു go through this market segmentation process. In each country we should segment the market on some common base. ഓരോ രാജ്യത്തും നമ്മൾ സെലക്ട് ചെയ്യേണ്ട കോമൺ ബേസ് ഓഫ് സെഗ്മെൻറ്റേഷൻ ഉണ്ട്. ആ സെഗ്മെൻറ്റേഷൻ്റെ ബേസിസിൽ നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യണം. അവിടെ ഏത് പ്രോഡക്റ്റാണ് നമ്മൾ വിൽക്കേണ്ടത് എന്നുള്ളത് സെഗ്മെൻറ്റ് ചെയ്താൽ തന്നെ, ടാർഗറ്റ് മാർക്കറ്റ് കണ്ടെത്തിയാൽ തന്നെ നമുക്കവിടെ വിൽക്കേണ്ട പ്രോഡക്റ്റ് ഏതാണ് അല്ലെങ്കിൽ സർവീസ് ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ സെലക്ഷൻ ഓഫ് മാർക്കറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് വേരിയസ് മാർക്കറ്റ് to identify the distinctive features of the markets. That is, products require some degree of adaptation like its packaging, aesthetics, size, labeling and instructions. And the packaging aesthetics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻ്റ് ആണ്. ഓരോ രാജ്യത്തും ഓരോ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. Packaging is a simple process, but at the same time it should be differentiated in different countries. അത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പാക്കേജിങ് ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പാക്കേജിങ് മാത്രമല്ല, നമ്മൾ തുടക്കം മുതൽ പ്രോഡക്റ്റിൻ്റെ ആ ഒരു തുടക്കം മുതൽ അവസാനം വരെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടത്
അത്യാവശ്യമാണ്. അതിൻ്റെ സൈസ്, ലേബലിംഗ്, നമ്മൾ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലേ. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്ന പോലെ ആവരുത് വേറൊരു രാജ്യത്ത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നത്. അത് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല, അത് അഡാപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. So this is the next important function in international marketing. And next one is choosing the channel of distribution. Choosing the channel of distribution. എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസീസിന്, ഇമ്പോർട്ട് ഹൗസസ് ആൻഡ് എക്സ്പോർട്ട് ഹൗസസ് ആർ ദർ ആർ ഓതറൈസ്ഡ് ആൻഡ് പ്രൈവറ്റ് ഏജൻസീസ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഗവൺമെൻറ്റിൻ്റെ ഓതറൈസേഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഇമ്പോർട്ട് ഹൗസുകൾ, എക്സ്പോർട്ട് ഹൗസുകൾ ഉണ്ട്. പ്രൈവറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഇമ്പോർട്ട് ഹൗസുകൾ, എക്സ്പോർട്ട് ഹൗസുകളുണ്ട്. അവരുടെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് ചെയ്യണോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു സോൾ ഡിസ്ട്രിബ്യൂട്ടറിനെ നമുക്ക് വെക്കണോ, അതോ റീറ്റെയിലേഴ്സിനെ, നമ്മുടെ സ്വന്തമായിട്ടുള്ള റീറ്റെയിലേഴ്സിനെ നമ്മളതിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമോ, സ്വന്തമായിട്ട് ബ്രാഞ്ചസ് നമുക്ക് ഡിഫറെൻറ്റ് കൺട്രീസിൽ ചെയ്യണമോ, അതോ നമ്മുടെ സബ്സിഡിയറി കമ്പനീസിനെ, സബ്സിഡിയറി ഫേംസിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യണമോ, ഇതും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, so that's the third one. And the next one is designing the pricing policies. So one of the crucial function of this international marketing process, deciding the pricing policies. Pricing എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെൻസേഷണൽ ആണ്, വളരെയധികം ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അല്ലേ. ഏത് തരം പ്രൈസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? കോസ്റ്റ് പ്ലസ് പ്രൈസ്. നമ്മൾ മാർക്കറ്റിങ്ങിൽ തന്നെ, നിങ്ങൾ Mcomന് പഠിക്കുന്ന സമയത്ത് മാർക്കറ്റിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സാധാരണ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന പ്രൈസിങ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൈസിങ് മെത്തേഡ്സ് ആണ് അല്ലെ. കോസ്റ്റിനെ ബേസ് ചെയ്ത് കോസ്റ്റ് കാൽക്കുലേറ്റ്. ഇപ്പോൾ ഒരു രാജ്യത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിൽക്കുന്നത് വരെ എത്ര കോസ്റ്റ് നമുക്ക് ചിലവാകുന്നുണ്ട്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ പാക്കേജിങ്ങും ഒക്കെ അടക്കം എത്ര നമുക്ക് ചിലവാകുന്നുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈസ് ചെയ്യാം. ചിലപ്പോൾ എല്ലാ പ്രോഡക്ട്സുകൾക്കും ആ പ്രൈസിങ് ചേരണമെന്നില്ല. അപ്പോൾ ഏത് ഡിഫറെൻറ്റ് മെത്തേഡോളജിയാണ് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത്? സൈക്കോളജിക്കൽ പ്രൈസസ് ആർ ദർ അല്ലേ, ഡിമാൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൈസിങ് ടെക്നിക്സ് ഉണ്ട് അല്ലേ, വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൈസിങ് ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ലക്ഷറി പ്രോഡക്ട്സുകൾക്ക് മാത്രം നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽസ്, വെഹിക്കിൾസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, പ്രൈസ് ചെയ്യാം. അപ്പോൾ പ്രൈസിങ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എല്ലാത്തിനും ഒറ്റയടിക്ക് ഒരു പ്രൈസ് അവിടെ നിശ്ചയിക്കുന്നത് പോലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഫെയിലിയർ ആയിട്ട് പോകും. പ്രൈസ് തീരുമാനിക്കുന്നത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്പിംഗ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൺട്രീസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, മാനറിസംസ്, ദേ ആർ ഡിഫറെൻറ്റ്. The symbols they are using, gestures they are using, they are different. So while giving this marketing communication, means especially when we are drafting an advertisement ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, മീഡിയകളിലൂടെ അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വളരെയധികം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ ഒരു ഇമ്പോർട്ടൻ്റ് പ്രോസസ്സ്. സെലക്ഷൻ ഓഫ് ലോക്കൽ മീഡിയ, നാഷണൽ മീഡിയ ആൻഡ് ഇൻ്റർനാഷണൽ മീഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 തലങ്ങളിൽ നമ്മളത് എന്ത് ചെയ്യേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. നാഷണൽ മീഡിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും, ഇൻ്റർനാഷണൽ മീഡിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ലോക്കൽ മീഡിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ, 3 തലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് ഏതൊക്കെ പോയിന്റുകളായിരുന്നു? ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത്, ഏറ്റവും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ എൻട്രി മോഡ് എന്താണെന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്.
രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് അതിൻ്റെ സെലക്ഷൻ ഓഫ് മാർക്കറ്റാണ്. ഒരു പോയിന്റ് മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് സെലക്ഷൻ ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രോഡക്റ്റ് അല്ലേ. ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട ഫങ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നാലാമതായിട്ട് നമ്മൾ കണ്ടത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ പ്രൈസിങ് പോളിസിയാണ്. അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടത് ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഓർ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഇനി ആറാമതായിട്ട് നമ്മൾ കാണുന്നത്, ആറാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ദാറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ദ ഹഡിൽസ് ഓർ ഡീലിംഗ് വിത്ത് വേരിയസ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് അല്ലേ. ഈ ബാരിയർ എന്ന് പറയുന്നത് എല്ലായിടത്തും ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഏറ്റവും വലിയ ബാരിയർ തന്നെയാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അത് മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ചും ലൈസൻസിങ് അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. ലൈസൻസ് പല പ്രൊസീജിയേഴ്സും ഒഫീഷ്യലി ചെയ്ത് തീർക്കേണ്ട പല കാര്യങ്ങളും ലൈസൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ കസ്റ്റംസിന് പ്രത്യേകിച്ചും കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് ക്ലിയറൻസ്, ഇതൊക്കെ ഒരു വല്ലാത്തൊരു പ്രൊസീജിയറായിട്ട് വരുന്ന സംഭവമാണ്. ഫോറിൻ എക്സ്ചേഞ്ച് അല്ലേ, ഫോറിൻ ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമായിട്ട് വരും, സംശയമൊന്നുമില്ല. പക്ഷേ അത് എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിലാണ് അവിടുത്തെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസ് ഇരിക്കുന്നത്. ലൈക്ക്വൈസ് മോഡ് ഓഫ് പേയ്മെൻറ്റ്, ഏത് രീതിയിലാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്, ഡോക്യുമെൻറ്റേഷൻ എങ്ങനെ ചെയ്യുന്നു, ഇൻഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ, ഇതൊക്കെ നമ്മുടെ ചില ബ്ലോക്കുകളായിട്ട്, റോഡ് ബ്ലോക്സ് ആയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, വിശേഷിപ്പിക്കുന്നു. ഈ ബ്ലോക്കുകളൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്, സക്സസ്ഫുള്ളി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിസൈനിങ് സ്യൂട്ടബിൾ. സോ ആറാമത്തെ കാര്യം overcoming certain procedural road blocks. റോഡ് ബ്ലോക്കുകൾ എന്നാണ് അതിനവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് how we can make certain adjustment in the field of finance, currency, banking, taxation, quotas, government laws, etc. What are the adjustment required? എങ്ങനെയൊക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, എസ്പെഷ്യലി ഇൻ ടാക്സേഷൻ, ഗ്ലോബൽ ടാക്സേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഡിഡക്ഷൻസ് എങ്ങനെയൊക്കെ നമുക്ക് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും, ഏതൊക്കെ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, എങ്ങനെയൊക്കെയാണ് നമുക്ക് മാക്സിമം അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക അല്ലേ. ടാക്സേഷൻ മാത്രമല്ല, ഫിനാൻസിങ്, ഏതൊക്കെ സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്, അത് അതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ പല ഫീൽഡുകളെയും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഒന്നിലും നമ്മൾ വിട്ടുകൊടുക്കാതെ മാക്സിമം പരമാവധി ഓരോ ഫീൽഡിലും നമ്മൾ മാക്സിമം അക്വയർ ചെയ്യുന്ന രീതിയിൽ, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഡിസൈനിങ് സ്യൂട്ടബിൾ ഓർഗനൈസേഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അത് വിവിധ ഫീൽഡുകളിൽ. ആൻഡ് നെക്സ്റ്റ് വൺ, ഗെറ്റിംഗ് ഇൻസൈറ്റ് ഇൻ ടു ദ സെൻസിറ്റീവ് ഏരിയ ഓഫ് എത്തിക്സ്. അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏഴാമത്തെ കാര്യം ദാറ്റ് ഈസ് ഓർഗനൈസേഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്
ആൻഡ് 8th one is ethics എന്ന് മാത്രം എഴുതിയാൽ പോരാ, that is business ethics. Ethics is a very important matter concerning domestic business as well as international business. Domestic businessൽ മാത്രം എത്തിക്സ് മതി, ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എത്തിക്സ് ഒന്നുമില്ല എന്നുള്ളതല്ല. ഈ ബിസിനസ് എവിടെയൊക്കെ ഉണ്ടോ, മാർക്കറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്താവശ്യമാണ്? എത്തിക്സ് ആവശ്യമാണ്. എത്രത്തോളം ഈ എത്തിക്സിനെ നമുക്ക് കാത്തു പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു അല്ലേ, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ സക്സസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ, നമ്മുടെ ഫേമിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. സോ അതും ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കരുതുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് എസ് എ സെൻസിറ്റീവ് ഏരിയ. സെൻസിറ്റീവ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയില്ലേ, തൊട്ടാൽ പൊള്ളും. ഒരു എത്തിക്കൽ ഏരിയനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതെങ്കിലും എത്തിക്കൽ റൂൾസ് നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഡ്രോബാക്സ്, വളരെ സീരിയസ് ആയിട്ടുള്ള റെസ്പോൺസുകളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ലഭിക്കാനായിട്ട് പോകുന്നത്. സോ വളരെ നന്നായിട്ട് അതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും അതിൻ്റെ ഫങ്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് അല്ലേ. ഓരോ ഏരിയാസും ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ തന്നെ വിവിധ ഏരിയാസാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, കണ്ടത്. ഇനി നമുക്ക് കാണേണ്ടത് പ്രോബ്ലംസ് ആണ്, ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.